ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാണ്ടല്ലോ, ഇന്ന് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കോസ്മെറ്റിക് പൗച്ച് ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ടോട്ടെ ബാഗ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ടേബിൾ മാറ്റ്, ടേബിൾ റണ്ണർ വെച്ചിട്ടുണ്ട്. അത് പതുക്കെ ഇടാം കേട്ടോ, കാരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ കോസ്മെറ്റിക് പൗച്ചാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ കോസ്മെറ്റിക് പൗച്ച് തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കുക വേണ്ടത് 15-11 നമ്മുടെ കോസ്മെറ്റിക് പൗച്ചിന്റെ അളവായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും ആദ്യം മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 15 നീളം, രണ്ട് സ്ഥലത്തും ഈക്വൽ ആണെന്ന് നോക്കുക. 11 വീതി. പിന്നെ എടുക്കാൻ നേരത്ത് സ്റ്റിഫ് ഇത് കട്ടി കുറഞ്ഞ സ്റ്റിഫാണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കട്ടി കൂടി സ്റ്റിഫ് തന്നെ നോക്കി വാങ്ങിക്കാട്ടെ. ഞങ്ങളുടെ യൂണിറ്റിൽ കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും ഉണ്ട്. അപ്പൊ എന്റെ കട്ടിയുള്ളത് തീർന്നു പോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കട്ടി കുറഞ്ഞ എടുത്തേക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ കട്ടിയുള്ള സ്റ്റിഫ് തന്നെ നോക്കി എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. ഉപയോഗിക്കും തോറും അതങ്ങോട്ട് തളർന്നു പോകും കേട്ടോ. പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യണ ഇത് കണ്ട തുണിയുടെ സ്റ്റിഫാണ് ഈ വരുന്നത്. ഇതിന് വില കൂടുതലാണ്. വില കൂടുതലാണെങ്കിൽ ഒരുപാട് നാൾ ഈട് നിൽക്കും. നിങ്ങൾ സെയിൽ ചെയ്യാനാണ് ഈ കസ്റ്റമറിന്റെ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാം കേട്ടോ. ചില കസ്റ്റമർ ക്വാളിറ്റിയാ നോക്കുള്ളൂ, ക്യാഷ് നോക്കില്ല. അപ്പൊ അവർക്ക് ഇതേപോലെ കൂടിയ സ്റ്റിഫ് ഇട്ട് കൊടുക്കാം, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോഴത്തേക്കും എത്ര വാഷ് ചെയ്താലും സ്റ്റഡി ആയിട്ട് നിന്നോളും. പേപ്പർ സ്റ്റിഫ് ആകുമ്പോഴത്തേക്കും കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്കും അത് ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടാ. നിലവിൽ ഒരുപാട് സ്റ്റിഫ് നമുക്ക് വിപണിയിൽ കിട്ടും. പേപ്പർ സ്റ്റിഫ് കിട്ടും, തുണിയുടെ സ്റ്റിഫ് കിട്ടും, അങ്ങനെ പലതും കിട്ടും. പല കനത്തിലും കിട്ടും കേട്ടോ. അപ്പോ സ്റ്റിഫ് നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ. സ്റ്റിഫാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞത് കേട്ടോ. കാരണം നമ്മൾ തയ്ക്കുന്നത് തുണിയുടെ ആണല്ലോ. അപ്പൊ ഒരു ഇതാവുമ്പോഴത്തേക്കും ആ ഒരു തുണി സ്റ്റഡി ആയി നിൽക്കുന്നത് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സ്റ്റിഫ് നല്ലതാണെങ്കിൽ ആ സ്റ്റഡി ആയിട്ട് തന്നെ നിന്നോളും. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോ നമ്മളിത് ഇതേ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതെ നമ്മള് സ്റ്റിഫ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ക്ലോത്ത് എടുത്തൊന്ന് തേക്കണം. ആദ്യം ക്ലോത്ത് ചുളുങ്ങി കൂടിയിരിക്കണം. ക്ലോത്ത് തേച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. സ്റ്റിഫ് പിടിപ്പിക്കാൻ നേരത്തെ ഉണ്ടല്ലോ, തുണിയുടെ നല്ല ഭാഗത്ത് ഒരിക്കലും പിടിപ്പിക്കരുത്. തുണിയുടെ ഉൾഭാഗത്ത് വേണോട്ടെ പിടിപ്പിക്കാനായിട്ട്. അത് പറയാൻ മറന്നുപോയി. അതേപോലെ തന്നെ സ്റ്റിഫിന്റെ പശയുള്ള ഭാഗം തുണിയുടെ കൊള്ളില്ലാത്ത ഭാഗത്ത് വച്ചിട്ട് വേണോട്ടാ പിടിപ്പിക്കാനായിട്ട്. പശയുള്ള ഭാഗം മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ തേപ്പോട്ടിയുടെ അടിയിൽ പിടിക്കും കേട്ടോ, ചൂട് കയറി പിടിക്കും കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് തേച്ചൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പൊ നമ്മളിതേ സ്റ്റിഫ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കോസ്മെറ്റിക് പൗച്ചിന്റെ ആദ്യത്തെ ബേസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇതിന്റെ ലൈനിങ് കട്ട് ചെയ്യണം, ബാൻഡും കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ബാൻഡ് കട്ട് ചെയ്യണതൊന്ന് കാണിച്ചു തരാം. ലൈനിങ് പിന്നെ ആ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ബാൻഡ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളം കേട്ടോ. ഈ 13 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ആണ്. നമ്മുടെ കൈക്ക് വണ്ണം കുറവാണെങ്കിൽ ഈ 13ന്റെ ആവശ്യമില്ല. എനിക്കൊരു 12, 11 ഒക്കെ എനിക്ക് മതിയാവും. കാരണം എന്റെ ഇവിടെ വണ്ണം തീരെ കുറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം എനിക്ക് വേണ്ട. നമ്മുടെ കൈയുടെ വണ്ണം അനുസരിച്ചിട്ടാണ് അത് അങ്ങോട്ട് ഇടുന്നത്. എന്നാലും ഒരു ബേസിക് ആയിട്ട് ഞാൻ എടുക്കുന്ന അളവാണ് 13 പറഞ്ഞത്. അതാകുമ്പോഴത്തേക്ക് വണ്ണം കുറഞ്ഞവർക്കൂടാ, ഇച്ചിരി വണ്ണം കൂടിയവർക്കും എങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ. അപ്പോ നമുക്ക് ബാൻഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാൻഡ് ഇതേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നോക്കി ഇതിന്റെ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ലൈനിങ് കിട്ടിയിട്ടുണ്ട്. ലൈനിങ് എനിക്ക് 2 പീസായിട്ടാണ് കിട്ടിയേക്കണം. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം സ്റ്റിഫിന് കട്ടി കുറഞ്ഞ കാരണം തന്നെ ഇത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയിക്കണ കാരണം തന്നെ നല്ല സ്റ്റിഫായിട്ട് നിന്നോളും.
അപ്പോ നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിന്റെ പരിപാടിയിലേക്ക് കടക്കാം. ഇതിന്റെ കൂടെ തന്നെ സിബ് എടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ പറയാൻ മറന്ന ഇതാണ്, നമുക്ക് ഒരു 12 ഇഞ്ചെങ്കിലും നീളമുള്ള സിബ് വേണം കേട്ടോ. സിബ് നമ്മള് ബാഗിനൊക്കെ തയ്ക്കുന്ന സിബാണ് ഇത്. നമ്മുടെ തുണിക്ക്, അതായത് നമ്മള് ഡ്രസ്സിനൊക്കെ വയ്ക്കുന്ന സിബല്ല, നമ്മള് ബെഡിന്റെ കവറിനും അതേപോലെ തന്നെ ബാഗിനും അങ്ങനെ കട്ടിയുള്ള സംഭവങ്ങൾക്ക് വെക്കുന്ന സിബാണ് ഇത്. അപ്പൊ ഇത് പ്രത്യേകം പറഞ്ഞ് തന്നെ വാങ്ങിക്കണേ. അപ്പൊ സിബ് റണ്ണർ നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടുന്നത്, ഇതിന്റെ ഒപ്പം വരണല്ല, ഇത് വലിയ റോളായിട്ട് വരുന്നതാണ് ഈ സിബും. അപ്പൊ റണ്ണർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതാണ്. അപ്പൊ സിബും റണ്ണറും കൂടി എടുക്കുക, എന്നിട്ട് നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിൽ അടക്കാം. ഇത് ലൈനിങ് 2 പീസ് ആയിരിക്കുന്ന കാരണമാണ് കേട്ടോ തയ്ച്ചെടുക്കണത്, അല്ലെങ്കിൽ ഒറ്റ പീസാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ലൈനിങ് പീസ് എടുത്തിട്ട് നമ്മുടെ സ്റ്റിഫിന്റെ മേളിലേക്ക് വെക്കാം. സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കണേ മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ പെൻസിൽ പൗച്ച് തയ്ച്ച പോലെ അല്ലാണ്ട് നമ്മൾ കോസ്മെറ്റിക് പൗച്ച് തയ്ക്കണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ പൗച്ചിന്റെ നമ്മൾ ഏറ്റവും നീളം കൂടിയ ഭാഗമായിരുന്നു മടക്കി തയ്ച്ചിരുന്നത്. പക്ഷെ കോസ്മെറ്റിക് പൗച്ചിൻ്റെത് നീളം കുറഞ്ഞ ഭാഗം കേട്ടോ, അതാണ് നമ്മൾ മടക്കി തയ്ക്കേണ്ടത്. ഇത് 15 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയാണ്. ഈ 11 ഇഞ്ച് വീതി വരുന്ന ഭാഗമാണ് നമ്മൾ മടക്കി തയ്ക്കേണ്ടത്. പെൻസിൽ പൗച്ചിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നീളം കൂടിയ ഭാഗം വരുന്നല്ല ഇങ്ങനെ മടക്കി തയ്ച്ചിരുന്നത്. അത് അത്രയും നീണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തയ്ക്കുന്നത്. ഇത് നീണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ ഇരുന്നാൽ മതി. മറ്റോണം തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയി പോകും കേട്ടോ. ഇങ്ങനെ ആയി പോവാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സിബ് പിടിപ്പിക്കുന്നതിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, എൻട്രൻസ് ഭാഗമാണ് നമ്മളിപ്പോ തയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ വക്കൊന്നും മടക്കി അടിച്ചെടുക്കാം. സിബ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. റണ്ണർ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാൻഡിന്റെ പരിപാടി നോക്കാം. ഇനി നമുക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല. ഇത് സ്റ്റിച്ച് ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ രണ്ടാക്കി ഇങ്ങനെ മടക്കുക. തേക്കണമെന്നില്ല കേട്ടോ, തേപ്പൊട്ടിക്ക് ചൂടുള്ള കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചെന്നുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ മടക്കി വെച്ചേക്കണ ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഒരു പോർഷൻ വീണ്ടും മടക്കി വെക്കുക. ഇപ്പുറത്തെ പോർഷനും അതേപോലെ തന്നെ മടക്കി വെക്കുക. ടോട്ടെ ബാഗിന്റെ ഒക്കെ വള്ളിയൊക്കെ തയ്ക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് കേട്ടാ. രണ്ടും കൃത്യമായിട്ട് തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാൻഡിന്റെ സ്ട്രാപ്പ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് ഇനി അടിച്ചെടുക്കാം. ഇനി നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്കിതൊന്ന് തുമ്പ് വെട്ടി ഷേപ്പ് ആക്കി എടുക്കുക. അല്ലെങ്കിൽ റണ്ണർ ഇടുമ്പോഴത്തേക്കും ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. തെന്നി രണ്ട് പൊസിഷനിലേക്കായി പോവാതിരിക്കാൻ വേണ്ടി തുമ്പ് കട്ട് ചെയ്തെടുക്കുക, റണ്ണർ കയറ്റി കൊടുക്കുക. ആദ്യം ഒന്ന് കയറ്റി കൊടുക്കുക. അത് നമ്മള് പെൻസിൽ പൗച്ചിന്റെ വീഡിയോയിൽ കണ്ടില്ല, അതേക്കെ പോലെ തന്നെയാണ്. ഇപ്പൊ സിബ് നമ്മള് 2 പ്രാവശ്യം കയറ്റി ഇറക്കി ഇതേപോലെ ക്ലോസ് ആയ രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് റണ്ണർ 2 പ്രാവശ്യം കയറ്റി എടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കയറ്റി എടുത്താൽ മാത്രമാണ് ഇതേപോലെ 2 ഭാഗവും ക്ലോസ് ആയിട്ട് റണ്ണർ സെന്ററിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോ ഇത് ക്ലോസ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഓപ്പൺ ആയിരുന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ക്ലീൻ ആവില്ല, നീറ്റ് ആവില്ല, സിബ് പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാൻഡ് നമ്മുടെ പൗച്ചിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിബിനെ തൊട്ട് താഴെ തന്നെയായിട്ടാണ് ഇത് വച്ചേക്കുന്നത് കേട്ടോ.
രണ്ട് ഭാഗവും ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിന് നമുക്ക് വക്കടിക്കാനുണ്ട്. ഇതിന്റെ മൂല നമുക്ക് അടിക്കാനുണ്ട്. സെന്റർ ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പെൻസിൽ പൗച്ചിന്റെ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ സ്റ്റിച്ചിന്റെ ഭാഗവും ഈ വരയും ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ കോണാക്കി വെക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് കാണാൻ പറ്റുന്നുണ്ടോ? 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അതേപോലെ ചെയ്യാം. ഈ ലൈനിൽ കൂടെ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടി മൊത്തം കഴിഞ്ഞു കേട്ടോ. ഇത്ര ഉള്ള പരിപാടി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ പെൻസിൽ പൗച്ച് ചെയ്ത പോലെ 4 വക്കൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, 2 വക്ക് മാത്രം അടിച്ചാൽ മതി. പെൻസിൽ പൗച്ചിൻ്റെത് 1 ഇഞ്ചിട്ടാണ് അടിച്ചെങ്കിൽ ഇത് 1.5 ഇഞ്ചിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ വക്ക് കട്ട് ചെയ്ത് കളയണവർക്ക് കട്ട് ചെയ്ത് കളയാം. ഔട്ടർ ലോക്ക് കൊടുക്കുന്നവർക്കാണെങ്കിൽ കളഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പിന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കളയാത്തതും. അപ്പോൾ അതേ നമ്മുടെ കോസ്മെറ്റിക് പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കയ്യിലൊക്കെ ഇട്ട് കൊണ്ടുനടക്കാം കേട്ടോ. പെൻസിൽ പൗച്ചിനെ പോലെയല്ല, നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ചൊക്കെ കൊണ്ടുനടക്കാൻ, എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കട്ടോ. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.